ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്പർ ഓവർലോഡിങ്ങിനെ കുറിച്ചാണ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഓവർലോഡിങ് എന്ന് പറയുന്നത്. അത് എന്താണ്, ഏതൊക്കെ കോൺസെപ്റ്റുകൾ നമുക്ക് ഈ ഓവർലോഡിങ് കൊണ്ടുവരാം, അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, അഡ്വാൻറ്റേജസ്, എക്സാമ്പിൾസൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ മെമ്പർ ഓവർലോഡിങ് എന്ന് നമുക്ക് നോക്കാം. രണ്ടോ അതിൽ കൂടുതലോ മെമ്പേഴ്സ്, അതിന് സെയിം നെയിം ആയിരിക്കും, പക്ഷേ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ സെയിം നെയിം ആയിരിക്കും, ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ മെമ്പർ ഓവർലോഡിങ് എന്ന് പറയാം. അപ്പോൾ എന്താണ്, രണ്ടോ അതിൽ കൂടുതലോ മെമ്പേഴ്സ്, അതിന് സെയിം നെയിം ആയിരിക്കും, ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ സെയിം നെയിം ആയിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ആയിരിക്കും. അതിനെയാണ് മെമ്പർ ഓവർലോഡിങ് എന്ന് പറയാം. എന്തിനൊക്കെയാണ് നമ്മളിങ്ങനെ ഓവർലോഡ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മെത്തേഡിനകത്ത് ഇത് പോസിബിളാണ്, കൺസ്ട്രക്ടറിനകത്ത് പോസിബിളാണ്, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് പ്രോപ്പർട്ടിക്കകത്തും ഇത് പോസിബിളാണ്. കാരണം എന്താണ്, ഈ മെമ്പേഴ്സിനൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് പാരാമീറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സെയിം നെയിമിലും എന്നാൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഓഫ് പാരാമീറ്റേഴ്സിലൊക്കെ നമുക്ക് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഒരുപാട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ മെത്തേഡ് ഓവർലോഡിങ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പാരാമീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് മെത്തേഡ്, കൺസ്ട്രക്ടർ, ഇൻഡെക്സ്ഡ് പ്രോപ്പർട്ടീസ്, അതിനകത്തൊക്കെ നമുക്ക് ഈ ഓവർലോഡിങ് കൊണ്ടുവരാം. അപ്പോൾ കോമൺ ആയിട്ട് കൊണ്ടുവരുന്നത് മെത്തേഡിലാണ്. മെത്തേഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടോ അതിൽ കൂടുതലോ മെത്തേഡിന് സെയിം നെയിം വരാം, പക്ഷേ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ആവാം. ഇതിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്, ഈ മെത്തേഡ് ഓവർലോഡിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സെയിം ആക്ഷൻ ആണല്ലോ നമ്മൾ സെയിം നെയിമുകൾ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേറൊരു പേര് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ റീഡബിലിറ്റി കുറക്കേണ്ട ആവശ്യമില്ല. സെയിം നെയിം തന്നെ കൊടുക്കാം, പക്ഷേ അതിൻ്റെ ആ പാരാമീറ്റേഴ്സ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മെത്തേഡ് ഓവർലോഡിങ് രണ്ട് രീതിയിൽ നമ്മൾ പൊതുവെ പെർഫോം ചെയ്യാറുണ്ട്. ഒന്ന്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, അതായത് ഡാറ്റ ടൈപ്പ് ഒന്ന് ഇൻ്റ് ആണെങ്കിൽ മറ്റേന് നമുക്ക് ക്യാർ അല്ലെങ്കിൽ ഫ്ലോട്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിൽ ചേഞ്ചസ് ഉള്ള ഓവർലോഡിംഗ് ആണ് കാണിക്കുന്നത്. പിന്നൊന്ന് കാണിക്കുന്നതോ ടൈപ്പിലുള്ള ഡിഫറൻസ് ഉള്ള ഓവർലോഡിങ്ങും കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം. യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, കാൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സാണ്. അതിനകത്ത് നമ്മൾ അഡീഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മെത്തേഡ് ആഡ് കൊടുത്തു, പബ്ലിക് സ്റ്റാറ്റിക് ഇൻറ്റ് ആഡ് ഉണ്ടോ, അതാണ് ആഡ് എന്ന മെത്തേഡ്. അതിനകത്ത് പാരാമീറ്റേഴ്സിനകത്ത് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഇൻറ്റ് എ, പിന്നെ ഇൻറ്റ് ബി. അതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്, A+B ആണ്, റിട്ടേൺ A+B. അപ്പോൾ ഒരു മെത്തേഡ് അങ്ങനെ. അടുത്ത മെത്തേഡ് എന്താണ്, പബ്ലിക് സ്റ്റാറ്റിക് ഇൻറ്റ് ആഡ് ഇൻറ്റ് എ, ഇൻറ്റ് ബി, ഇൻറ്റ് സി. അതായത് 3 വാല്യൂസ് നമ്മൾ പാരാമീറ്ററിലൂടെ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്ത ആഡിനകത്ത് 2 വാല്യൂസ് പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു, റിട്ടേൺ A+B+C. ഓക്കെ, അതാണ് ഇതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ. ഇനി നമുക്ക് മെയിൻ മെത്തേഡിലേക്ക് വരാം. പബ്ലിക് ക്ലാസ് ടെസ്റ്റ് മെമ്പർ ഓവർലോഡിങ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ മെയിൻ മെത്തേഡിലേക്ക് വന്നു. അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യുന്നത് കൺസോൾ റൈറ്റ് ലൈൻ cal.add 1223. ഓക്കെ, അപ്പോൾ 2 വാല്യൂസുള്ള ഓപ്പറേഷനാണ് നമ്മൾ ആദ്യം ചെയ്തത്. അടുത്തതോ കൺസോൾ റൈറ്റ് ലൈൻ കാൾ ആഡ് 12,23,25. അപ്പോൾ ഒന്നിൽ 2 വാല്യൂസും വെച്ച് നമ്മൾ ഈ സെയിം ആഡിനെ തന്നെ കോൾ ചെയ്തു. പിന്നത്തേൽ 3 വാല്യൂസിനെ വെച്ച് നമ്മൾ ആഡിനെ കോൾ ചെയ്തു. അപ്പോൾ നമ്മുടെ സിസ്റ്റം അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഈ മെത്തേഡ്സ് കോൾ ചെയ്യുമ്പോൾ അതിനകത്ത് കൊടുക്കുന്ന നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിനനുസരിച്ചാണ് ഏത് മെത്തേഡാണ് എക്സിക്യൂട്ട് ആവേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ റിസൾട്ട് വന്ന് കണ്ടോ, ഒന്ന് 35 വന്നു, ഒന്ന് 60 വന്നു.
കാരണം ആദ്യത്തത് റണ്ണായത് ആ ഫസ്റ്റ് ആഡാണ്, കാരണം 2 വാല്യൂസല്ലേ ഉള്ളൂ. പിന്നത്തെ കേസിൽ എക്സിക്യൂട്ട് ആയത് ആ 3 വാല്യൂസ് ഉള്ള ആഡാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 16 കിട്ടി. ഓക്കെ, എങ്ങനെയാണ് 60 കിട്ടിയ അറിയില്ലേ? 12 + 23 + 25. ഇനി അടുത്ത പ്രോഗ്രാം നമുക്ക് നോക്കാം. അതിനകത്ത് യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, കാൽക്ക്, പബ്ലിക് സ്റ്റാറ്റിക് ഇൻറ്റ് ആഡ്, ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് 2 വാല്യൂസും ഇൻറ്റീജർ ടൈപ്പാണ്. റിട്ടേൺ A+B, ആ 2 വാല്യൂസും ആഡ് ചെയ്യാണ് A+B. പിന്നെ അടുത്ത ആഡോ മെത്തേഡ് എന്താണ്? പബ്ലിക് സ്റ്റാറ്റിക് ഫ്ലോട്ട് ആഡ്. ഓക്കെ, ഇവിടെ എന്താണ്? ഡാറ്റ ടൈപ്പിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഫ്ലോട്ടാണ് ഒന്ന് ഇൻറ്റ് ആണ്. ഫ്ലോട്ട് എ, ഫ്ലോട്ട് ബി, വാല്യൂസ് സെയിം തന്നെയാണ്. നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് സെയിം ആണ്, ഡാറ്റ ടൈപ്സ് മാത്രമാട്ടോ ഡിഫറെൻറ്റ്. റിട്ടേൺ A+B എന്നും കൊടുത്തു. പിന്നെ നമ്മളുടെ അടുത്ത ക്ലാസ്സിലേക്ക് പോയി പബ്ലിക് ക്ലാസ് ടെസ്റ്റ് മെമ്പർ ഓവർലോഡിങ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ മെയിൻ മെത്തേഡ് കൊടുത്തു. പിന്നെ കൺസോൾ റൈറ്റ് ലൈൻ കാൽ ആഡ് 12,23 കൊടുത്തു, അതിൻ്റെ റിസൾട്ട് വരും. കൺസോൾ റൈറ്റ് ലൈൻ കാൽ ആഡ് 12.4F 21.3F, അതായത് ഫ്ലോട്ടിംഗ് വാല്യൂസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കൊടുത്ത വാല്യൂസിനനുസരിച്ചാണ് ഇൻ്റാണോ ഫ്ലോട്ടാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് സിസ്റ്റം തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ റിസൾട്ട് എന്താ വന്നത്? 35, 33.7, കാരണം ഇവിടെ നമ്മൾ ഫ്ലോട്ടിംഗ് വാല്യൂസാണ് കൊടുത്തത്, അതുകൊണ്ടാണ് 0.7 എന്നൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഓവർലോഡിങ്ങിൻ്റെ കേസ്, മെമ്പർ ഓവർലോഡിങ്ങിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് വെച്ച് ചെയ്തു, അതായത് ഒന്നിൽ 2 ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു, ഒന്നിൽ 3 ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ ഒന്ന് നമ്മൾ ഡാറ്റ ടൈപ്പ് വെച്ച് ചെയ്തു, ഒന്ന് ഇൻറ്റീജർ ടൈപ്പ് ആയിരുന്നു, ഒരു മെത്തേഡ് ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്? മെമ്പർ ഓവർലോഡിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് 2 അതിൽ കൂടുതൽ മെമ്പേഴ്സിനെ നമുക്ക് സെയിം നെയിം വെച്ച് ചെയ്യാം. പക്ഷേ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സിൻ്റെ ബേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഡിഫറൻഷ്യേറ്റ് ആവുന്നത്. ഇതിനെയാണ് നമ്മൾ മെമ്പർ ഓവർലോഡിംഗ് എന്ന് പറയുക. C# മെയിനായിട്ട് നമുക്ക് മെത്തേഡ്സിലും കൺസ്ട്രക്ടേഴ്സിലും പ്രോപ്പർട്ടീസിലൊക്കെ നമുക്ക് എന്ത് കൊണ്ടുവരാം? ഇത്തരം ഓവർലോഡിങ് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ് ഓവർലോഡിങ്ങിനെ കുറിച്ചാണ്. 2 അതിൽ കൂടുതലോ മെത്തേഡ്സ് സെയിം നെയിമിൽ വരികയും പക്ഷേ പാരാമീറ്റേഴ്സിൽ ഡിഫറെൻ്റ് ആവുകയും ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയും. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെയിം ആക്ഷന് ഡിഫറെൻറ്റ് നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല, സെയിം നെയിം തന്നെ കൊടുത്താൽ മതി. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് നടക്കാമെന്ന് നോക്കാം. ഒന്ന്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇത് പോസിബിളാണ്. പിന്നെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കിത് പോസിബിളാണ്. ഇവിടെ ഈ എക്സാമ്പിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്തിട്ട്, എങ്ങനെയാണ് ഡാറ്റ ടൈപ്സ് ചേഞ്ച് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.